സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ മുഖ്യമന്ത്രി സ്ഥാനം വിട്ടുമാറി, അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് കേരളത്തിലെ ജനങ്ങളെല്ലാം തോൽപ്പിച്ച് വിട്ട് ഇന്ന് അയാൾ പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്ന മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെ അടുത്ത് മാധ്യമങ്ങൾ ചോദിക്കുന്ന കുറേയധികം ചോദ്യങ്ങൾക്ക് അദ്ദേഹം കൊടുക്കുന്ന രസകരമായിട്ടുള്ള മറുപടിയുണ്ട്. ആ കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കുന്നതിനോടൊപ്പം ഒരു ഏകാധിപതിയാണ് ഇന്ന് നമ്മുടെ കേരളം ഭരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ തള്ളിക്കളയുമോ? തള്ളിക്കളയത്തില്ല. കാരണം തള്ളിക്കളയുന്നുണ്ടെങ്കിലും എനിക്കതിനെപ്പറ്റി പറയാനായിട്ട് എൻ്റെ കൃത്യമായിട്ടൊരു കാരണമുണ്ട് കേട്ടോ. അതായത് വി ഡി സതീശനെതിരെ, അല്ലെങ്കിൽ വി ഡി സതീശനെ പറ്റി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ആറ്റിങ്ങൽ സ്കൂളിലെ ഗവൺമെൻറ് സ്കൂളിലെ സർക്കാർ ഉദ്യോഗസ്ഥനെ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടിരിക്കുകയാണ് ഈ പറയുന്ന ഏകാധിപതി. അദ്ദേഹം ഇട്ടിരിക്കുന്ന പോസ്റ്റ് ഇങ്ങനെയാണ്. ആ പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുകയാണ് കേട്ടോ. ആ പോസ്റ്റിൽ ഇങ്ങനെയാണ്: ഉച്ചപറ്റി കിടക്കുന്ന ഖജനാവ് കൊണ്ട് സതീശൻ മേനോൻ സാർ 2 ദിവസം കൊണ്ട് പ്രഖ്യാപിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് 1075 രൂപ പെൻഷൻ പ്രഖ്യാപിച്ചു, പിന്നെ 3000 രൂപ ആശമാർക്ക് കൊടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു പോസ്റ്റാണ്. വി ഡി എന്നുള്ളതിൽ വി വെറും ഡി ഡയലോഗ് സതീശൻ. അത് കൊള്ളാം, നല്ല കണ്ടുപിടുത്തമാണ്. ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം എന്തൊക്കെയാണ് മേനോൻകുട്ടിയെ ചെയ്യണേ, എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? അയ്യോ സംഗീശൻ അങ്ങനെയല്ല, രാജാവിനെ വിമർശിക്കുന്നതോടാ പൂക്കിക്ക് ഇത്ര പേടിയോ? രാജഭരണം ഇതെന്താ താലിബാനോ? മേനോൻ്റെ മോൻ്റെ തള്ളു കേട്ടപ്പോൾ തന്നെ കരുതിയതാ എന്തൊരു എളിമ, രാജാവിനെ വിമർശിക്കുന്നതോടെ രാജാവിന് ഇത്ര പേടിയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കമൻറ്റുകളാണ് ആ ഒരു പോസ്റ്റിന് താഴെ വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങളെ ആ ഒരു വീഡിയോ റിപ്പോർട്ടർ ചാനൽ പങ്കുവച്ചിരിക്കുന്നതാണ്. ഈ പൂക്കിയ മുഖ്യമന്ത്രി വിമർശിച്ചതിൻ്റെ പേരിൽ ഈ പറയുന്ന ഉദ്യോഗസ്ഥനെ അല്ലെങ്കിൽ അധ്യാപകനെ പിരിച്ചു വിട്ടു എന്നുള്ളതിൻ്റെ ഒരു, അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്തു എന്നുള്ളതിൻ്റെ കാര്യത്തിൽ റിപ്പോർട്ടർ ചാനൽ പങ്കുവച്ചിരിക്കുന്ന ഒരു വീഡിയോ എന്തായാലും കണ്ടു നോക്കിയിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം. അപമാനിച്ചെന്ന പരാതി ഹയർ സെക്കൻഡറി പ്രിൻസിപ്പലിന്റെ സസ്പെൻഷൻ. ആറ്റിങ്ങൽ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പൽ ജവാദിനെയാണ് സസ്പെൻഡ് ചെയ്തത്. മറ്റന്നാൾ സർവീസിൽ നിന്ന് വിരമിക്കാനിരിക്കെയാണ് നടപടി. യൂത്ത് കോൺഗ്രസ് നൽകിയ പരാതിയിൽ അധ്യാപകനെതിരെ നേരത്തെ കേസെടുത്തിരുന്നു. എം ജി പ്രതീഷ് നൽകും വിശദാംശങ്ങൾ. എം ജി പ്രതീഷ്, ഇതിലിപ്പോൾ സസ്പെൻഷനിലേക്ക് എത്തിയിരിക്കുന്നു. മറ്റന്നാൾ സർവീസിൽ നിന്ന് വിരമിക്കാനിരിക്കെ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും ഈ നടപടി? ശ്രുതി, മുഖ്യമന്ത്രി വി ഡി സതീശനെ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി അപമാനിച്ചതിനാണ് ഇപ്പോൾ അധ്യാപകനെതിരെ നടപടി ഉണ്ടായിരിക്കുന്നത്. ട്രഷറി നിയന്ത്രണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരിഹാസ പോസ്റ്റാണ് ഇദ്ദേഹം ഫേസ്ബുക്കിലൂടെ ഷെയർ ചെയ്തത്. അത് അപമാനിക്കുന്ന തരത്തിലാണ് എന്ന് ചൂണ്ടിക്കാട്ടി നേരത്തെ യൂത്ത് കോൺഗ്രസ് പരാതി നൽകിയിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം ആറ്റിങ്ങൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകൻ ജവാദിനെതിരെ സൈബർ ക്രൈം പോലീസ് കേസെടുത്തു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അധ്യാപകനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് നടപടിയെടുത്തിരിക്കുന്നത്. അധ്യാപകന്റെ ഭാഗത്ത് ഗുരുതര വീഴ്ച ഉണ്ടായി എന്നതാണ് ഈ സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്ന കാര്യം. നേരത്തെ ഇന്റലിജൻസ് വിഭാഗം അധ്യാപകന്റെ ഭാഗത്ത് വീഴ്ചയുണ്ട് എന്നും അധ്യാപകനെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും പൊതുവിദ്യാഭ്യാസ വകുപ്പിന് ശുപാർശ നൽകിയിരുന്നു. ഈ ശുപാർശ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഈ മാസം കണ്ടില്ലേ ഏകാധിപതി ആരാണെന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒക്കെ മനസ്സിലായിട്ടുണ്ടോ? എന്തായാലും പിണറായി വിജയൻ ഇങ്ങനത്തെ ഈ തറ പരിപാടികൾ ചെയ്യാനായിട്ട് എന്തായാലും മുന്നിലേക്ക് നിന്നിട്ടില്ല. തനിക്കെതിരെ പ്രതികരിക്കുന്ന ആളുകളെ ഒന്നും അദ്ദേഹം ഈ രീതിയിൽ കളിയാക്കാനോ അല്ലെങ്കിൽ അവരുടെ ജോലി കളയാനോ ഒന്നും അദ്ദേഹം മുന്നിലേക്ക് നിന്നിട്ടില്ല. കളിയാക്കുന്ന വിമർശനങ്ങൾ വരും, ആ വിമർശനങ്ങളെയൊക്കെ ഏറ്റെടുക്കുക അല്ലെങ്കിൽ അതൊക്കെ കേൾക്കേണ്ടി വരും എന്നുള്ളത് നന്നായിട്ട് അറിയാവുന്നൊരു മനുഷ്യനായിരുന്നു പിണറായി വിജയൻ. ആ വിമർശനങ്ങളെയെല്ലാം അദ്ദേഹം കണ്ട രീതി, അല്ലെങ്കിൽ ആ വിമർശനങ്ങളൊക്കെ ഏറ്റെടുത്ത രീതി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്ന രീതി ആയിരുന്നില്ല. എതിർക്കേണ്ട കാര്യങ്ങൾ എതിർക്കേണ്ട സ്ഥലങ്ങളിൽ വെച്ച് അത് ആളുണ്ടോ ആളില്ലയോ നോക്കാതെ തന്നെ എതിർത്തിട്ടുണ്ട് അദ്ദേഹം. മാപ്പ് പറയേണ്ട ഇടങ്ങളിൽ മാപ്പ് പറഞ്ഞിട്ടുണ്ട്, സ്നേഹം കാണിക്കേണ്ട ഇടങ്ങളിൽ സ്നേഹം കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ മകൻ, ഈ ചാണ്ടി ഉമ്മൻ, പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യനാണ് ഏറ്റവും നല്ല ലീഡറെന്ന് ഒരു ആനീസ് കിച്ചൺ എന്ന് പറയുന്ന ചാനലിൽ വന്നിരുന്നുകൊണ്ട് പറഞ്ഞത്. അപ്പം അങ്ങനെ എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യണോ അതെല്ലാം കണ്ടറിഞ്ഞ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ എവിടെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് എല്ലാം കൃത്യമായിട്ടുള്ള ബോധ്യമുള്ള, ആരുടെ മുൻപിൽ തല കുനിക്കണമെന്നും ആരുടെ മുൻപിൽ നെഞ്ചും വിരിച്ച് നിൽക്കണമെന്നൊക്കെ അറിയാവുന്ന ഒരു നല്ല മനുഷ്യനായിരുന്നു പിണറായി വിജയൻ. അയാൾക്കെതിരെ ഇങ്ങനെയുള്ള ആരോപണങ്ങളും അയാൾക്കെതിരെ ഇത്രയും വിമർശനങ്ങളും ഒന്നും വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്ന, അല്ലെങ്കിൽ ഏൽക്കേണ്ടി വന്നൊരു മനുഷ്യനെന്ന് പറയുന്നത് പിണറായി വിജയൻ തന്നെയായിരിക്കും. അതായത് കോവിഡ് തുടങ്ങി അല്ലെങ്കിൽ ഈ ഭരണത്തിൽ വന്ന 10 വർഷങ്ങളിൽ അദ്ദേഹം നേരിട്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് വിഷയങ്ങളുണ്ട്. ഈ മഹാമാരികൾ അടക്കമുള്ള കാര്യങ്ങൾ വരുമ്പോഴും കാരണഭൂതൻ എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ പോകുന്നിടത്തെല്ലാം പ്രശ്നമാണ്. പിണറായി വിജയൻ മൈക്കിൽ കൂടി സംസാരിക്കാൻ പോകുമ്പോൾ മൈക്കിന് പ്രശ്നമാണ്. അങ്ങനെ കാരണഭൂതനെന്നും ഏകാധിപതിയെന്നും ഈ ധാർഷ്ട്യക്കാരനെന്നും കർക്കശ സ്വഭാവമുള്ളവനെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പോസ്റ്റുകളും ഒരുപാട് ക്രിയേറ്റഡ് ഫോട്ടോസും ഒക്കെയാണ് പിണറായി വിജയനെതിരെ സംഘികളും കൊങ്ങികളും ഒക്കെ ഇട്ടുകൊണ്ടിരുന്നത്.
അതിൽ കുറച്ച് കൊങ്ങികളോടൊപ്പം കുറച്ച് കമ്മികളും ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയെല്ലാം ചെയ്തിട്ടും അവരെയെല്ലാം പിണറായി വിജയൻ കണ്ട രീതി, അല്ലെങ്കിൽ അതൊക്കെ ഏറ്റെടുത്ത രീതി എങ്ങനെയായിരുന്നു? എല്ലാം അദ്ദേഹം ഒരു ഒരു തമാശ എന്നോണം, ഈ എന്താ പറയുക, ഒരു ട്രോളെന്ന് പറയുന്നതിനെ ട്രോളായിട്ടും അല്ലെങ്കിൽ വിമർശനം എന്ന് പറയുന്നത് വിമർശനമായിട്ടും പ്രതികരിക്കേണ്ട കാര്യങ്ങളെ പ്രതികരിക്കേണ്ട രീതിയിലുമൊക്കെ അദ്ദേഹം എടുത്തിട്ടുണ്ട്. അല്ലാതെ എല്ലാം എനിക്കെതിരെ ഒന്നും വരാൻ പാടില്ല, ഞാനാണ് ഇവിടുത്തെ ഏകാധിപതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്ന സ്വഭാവമൊന്നും അയാൾക്കില്ലായിരുന്നു എന്ന് സാരം. ഇന്നിപ്പോൾ പൂക്കിമോനായിട്ടുള്ള സതീശൻ എന്താ ചെയ്യുന്നത്? അയാൾക്കെതിരെ എന്തെങ്കിലും വിമർശനം വന്നു കഴിഞ്ഞാൽ അവരെ അങ്ങ് തുറുങ്കിലടയ്ക്കാം. അതിന് വേണ്ടിയിട്ട് പുതിയ നിയമമൊക്കെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. സൈബർ ക്രൈം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യുക. ഈ ഒരു പോസ്റ്റ് ഒരു ജവാദ് എന്ന് പറയുന്ന ഒരു അധ്യാപകനാണ്. ഞാൻ പേര് പറഞ്ഞപ്പോൾ സുരേന്ദ്രൻ എന്നായിപ്പോയി, കാരണം സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരാളുടെ പോസ്റ്റാണ് അയാൾ ഷെയർ ചെയ്തിരിക്കുന്നത്. ആ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തു എന്നതിൻ്റെ പേരിൽ 2 ദിവസം കഴിഞ്ഞാൽ വിരമിക്കാനിരിക്കുന്ന ഒരു വ്യക്തിയെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ ആ ഒരു ജോലിയിൽ നിന്ന് തന്നെ പിരിച്ചുവിട്ടിരിക്കുകയാണ്. എന്തൊരു വൃത്തികെട്ട പരിപാടിയാണ് അല്ലേ? എന്തെങ്കിലും ഒരു രാജ്യദ്രോഹ കുറ്റമൊന്നും അല്ലല്ലോ അയാൾ ചെയ്തത്. രാജ്യത്തിലിരിക്കുന്ന പ്രധാനമന്ത്രിയെ വരെ കുറ്റം പറഞ്ഞിട്ട് ഇന്നും ഇവിടെ നേതാക്കന്മാരായിട്ടൊക്കെ ഇരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നതിനിടയിൽ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് എന്തൊരു വൃത്തികെട്ട പരിപാടിയാണല്ലോ കാണിക്കുക. ഇനി വരും ദിവസങ്ങളിൽ ഇതുപോലെ മാധ്യമങ്ങളിൽ ഇരുന്ന് ചർച്ച ചെയ്യുന്ന പല ആളുകൾക്കും പ്രശ്നങ്ങൾ വരാം, അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന പല ആളുകൾക്കും പ്രശ്നം വരാം. ഇവരെ എപ്പോഴും ഇവരെ ഉയർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി സ്തുതിഗീതം പാടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇവർ പൊക്കിയെടുത്ത് നെഞ്ചിൽ വെക്കും. അതൊന്നും ചെയ്യാൻ നമ്മളെ കിട്ടില്ല. എന്ത് നല്ലത് ചെയ്യുന്നു ആ നല്ലതിനെ ഹൈലൈറ്റ് ചെയ്യും, എന്ത് മോശം ചെയ്യുന്നോ ആ മോശത്തിനെ അതേ രീതിയിൽ തന്നെ ഹൈലൈറ്റ് ചെയ്യും. അതിനൊരുത്തനെ നമുക്ക് പേടിക്കേണ്ട ആവശ്യകതയില്ല എന്നൊരു കാര്യം ഞാനിവിടെ എടുത്തു പറയുകയാണ്. അപ്പോൾ പിണറായി വിജയൻ, നമുക്കറിയാം വി ഡി സതീശൻ, പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ്റെ വീട്ടിൽ ഇ ഡി റെയ്ഡിന് പിന്നാലെ വലിയ മൗനത്തിലും, പിണറായി വിജയൻ ഇ ഡി റെയ്ഡിന് ശേഷം ആ വാ തുറക്കുകയും ചെയ്യുന്നൊരു കാഴ്ച നമ്മൾ കണ്ടു. തോൽവിക്ക് ശേഷം അദ്ദേഹം വാ തുറക്കുന്നേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മെഴുകുന്ന കുറേ ആളുകളുണ്ടായിരുന്നു. ആ തോൽവിക്കൊക്കെ ശേഷം തന്നെയാണ് അദ്ദേഹം മാധ്യമങ്ങളുടെ മുൻപിൽ വന്നിട്ട് ഈ പാർട്ടി ഇവിടം കൊണ്ട് അവസാനിച്ച് പോകുന്നതല്ല, ഈ പാർട്ടിയുടെ ആദർശവും ഈ പാർട്ടിയുടെ ആശയങ്ങളും ഇനിയും ഞങ്ങൾ പൂർവാധികം ശക്തിയോടുകൂടി തന്നെ തിരികെ വരുമെന്ന് പറഞ്ഞൊരു മുഖ്യമന്ത്രിയായിരുന്നു പിണറായി വിജയൻ. അതിനുശേഷം അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസത്തെ റെയ്ഡിനെ പറ്റിയുള്ള കാര്യങ്ങളെപ്പറ്റി അപലപിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ആ റെയ്ഡിൽ എന്തൊക്കെയാണ് നടന്നത്, മകളുടെ കയ്യിൽ നിന്ന് എന്തൊക്കെയാണ് കിട്ടിയത്, മകളുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തതിനെ പറ്റിയൊക്കെ അദ്ദേഹം മാധ്യമങ്ങളിൽ നിന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അപ്പോൾ അതിനിടയിൽ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും വളരെ കൃത്യവും വ്യക്തവുമായിട്ട് ചിരിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം മറുപടി കൊടുക്കുന്നുമുണ്ട്. അദ്ദേഹം പറയുന്നത്, ഇത്രയും കാലം മുഖ്യമന്ത്രിയായിരുന്നത് ഞാനായതുകൊണ്ടായിരിക്കാം ഇപ്പോഴും എല്ലാവരും പല ചോദ്യങ്ങളും എന്നോട് ചോദിക്കുന്നതെന്ന്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ പിണറായി വിജയൻ പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ടൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കൂടി ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. അതോടെ കണ്ടിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം. കണ്ടോൺമെന്റ് ഹൗസിലേക്ക് മാറും, പക്ഷെ അത് അവിടത്തേക്ക് മാറാനുള്ള സൗകര്യങ്ങൾ വേണമല്ലോ. അവിടെയുള്ള ആളെങ്ങോട്ട് മാറണം. അവിടെയുള്ള ആള് വി ഡി സതീശനാണ്. അതിനുശേഷമല്ലേ എനിക്ക് അങ്ങോട്ട് മാറാനോ? അപ്പൊ അതിനുള്ള നടപടികൾ അദ്ദേഹം സ്വീകരിക്കുന്നുണ്ട്. അതിനുശേഷം അല്ലറ ചില്ലറ മെയിൻ്റനൻസ് വർക്ക് അവർ നടത്താനുണ്ടെങ്കിൽ അതും കൂടി അവർ നടത്തി തീർക്കണം. അതിന് ശേഷമാണ് ഞാൻ അങ്ങോട്ട് മാറുന്ന കാര്യം തീരുമാനിക്കുക. താമസം തന്നെയായി. മുഖ്യമന്ത്രി പ്രതികരിക്കാതിരുന്നത് എന്താണെന്ന് അദ്ദേഹത്തോട് ചോദിക്കണം. ഞാൻ ഇതേവരെ മുഖ്യമന്ത്രിയായിരുന്നു, എന്നോടാണോ ചോദ്യത്തിൽ സംശയം എനിക്ക്. അത് അദ്ദേഹത്തോട് ചോദിക്കേണ്ട ചോദ്യമാണല്ലോ, അല്ലെ ഞാനത് പറയേണ്ടതല്ല. കണ്ടില്ലേ, ചിരിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളെയും നേരിടുന്ന ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. ഇന്നിപ്പോൾ നമ്മൾ കാണുമ്പോൾ മുൻപ് ഈ ചിരിയൊന്നും അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇന്നിപ്പോൾ എല്ലാം ചിരിച്ചുകൊണ്ട് അദ്ദേഹം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. തനിക്കെതിരെ വരുന്ന ഒളിയമ്പുകളെയും തനിക്കെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങളെയും എല്ലാം ഒരു ചിരി കൊണ്ട് തന്നെ നേരിടുന്ന ഒരു മുഖ്യമന്ത്രിയായിട്ട് വേണമെങ്കിൽ നമുക്ക് പിണറായി വിജയനെ കാണാം. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നമ്മുടെ ഈ പറയുന്ന പൊതുഖജനാവ് പൂച്ച പെറ്റ് കിടക്കുകയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രസ്താവനയുമായിട്ടൊക്കെ വരുന്നത്. കൊങ്ങികൾ വലിയ രീതിയിൽ, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാരും വലിയ രീതിയിൽ മെഴുകിക്കൊണ്ടിരുന്നതാണല്ലോ ഈ പൊതുഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുകയാണെന്നുള്ളത്. അതിൻ്റെ പല വാർത്തകളും അല്ലെങ്കിൽ വിവരാവകാശ രേഖകളൊക്കെ നമ്മൾ കണ്ടു. അതിൽ നമ്മൾ കാണുന്നതും 6000 കോടി വരെ രൂപയുടെ നിക്ഷേപം അല്ലെങ്കിൽ അതിൻ്റെ നീക്കിയിരിപ്പ് അവിടെ ഉണ്ട്. അപ്പോൾ പൂച്ച പറ്റി കിടക്കുന്ന ഒരു പൊതുഖജനാവല്ല എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലായി. അപ്പോൾ അതിനെപ്പറ്റി മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ സഖാവിൻ്റെ വായിൽ നിന്ന് തന്നെ വരുന്നൊരു കാര്യം കൂടിയുണ്ട്. ഞാൻ ആ ഒരു വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം. സംസ്ഥാനത്തിന്റെ പൊതുകടം കഴിഞ്ഞ 5 വർഷം കൊണ്ട് 5% കുറയുകയാണുണ്ടായത്. 2021 39%. അത് 26 ആയപ്പോ 34% താഴെയാണ്.
18 സംസ്ഥാനങ്ങളിൽ കേരളമില്ല. അപ്പോ ഏറ്റവും മികച്ച ധനദൃഢീകരണമാണ് കേരളത്തിൽ നടന്നത് എന്നാണ് കാണാൻ കഴിയുക. അതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും ഇപ്പൊ വിശദമായിട്ട് പോകുന്നില്ല. ധവളപത്രം വരട്ടെ, അപ്പോ കൂടുതൽ പറയാനുള്ള കാര്യങ്ങൾ ആ സമയത്ത് വ്യക്തമാക്കുന്നതായിട്ട് നന്നാണ്. നമ്മുടെ സംസ്ഥാനത്തിന്റെ അവസ്ഥ പരിശോധിച്ചാല് ഏത് നിലയിലും സാമ്പത്തിക വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ പര്യാപ്തമായ ഒരു ഖജനാവ് എന്ന നിലയിലേക്ക് നമ്മുടെ നാടിന്റെ ഖജനാവ് മാറ്റാനായിട്ടുണ്ട്. ഇത് UDFന്റെ വിജയമല്ല, ഇത് ഇടതുപക്ഷത്തിൻ്റെ വിജയം മാത്രമാണ്. ഇടതുപക്ഷത്തിൻ്റെ ക്യാപ്റ്റനായിരുന്ന പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ വിജയം തന്നെയാണ്. അപ്പോൾ അതിനെ പൂച്ച പെറ്റ് കിടക്കുകയല്ല എന്നുള്ളൊരു കാര്യം അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. പിന്നെ ED റെയ്ഡിൽ വലിയ സംഭവങ്ങളൊന്നും നിങ്ങളെ കൊണ്ട് കണ്ടുപിടിക്കാനും സാധിക്കത്തില്ല, അല്ലെ കണ്ടുപിടിച്ചിട്ടുമില്ല എന്നുള്ളൊരു കാര്യം അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ വലിയ രീതിയിൽ മെഴുകിക്കൊണ്ട് പിണറായി വിജയനെ അങ്ങ് തീർത്ത് കളയാമെന്ന് പറഞ്ഞുകൊണ്ട് കച്ചകെട്ടി ഇറങ്ങിയ കുറേ ആളുകൾ ഇപ്പോൾ അവരുടെ മുണ്ടും മടക്കി കൊടുത്തുകൊണ്ടൊക്കെ തിരികെ പോയിട്ടുണ്ട്. കാരണം ഒന്നും കിട്ടിയിട്ടില്ല, എല്ലാം കിട്ടിയാലെല്ലാം പറയാൻ പറ്റുള്ളൂ. പിണറായി വിജയൻ്റെ കൈകൾ ശുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തിരികെ പോകുന്നുണ്ട്. പിന്നെ കുറേ ആളുകൾ ഇപ്പോഴും മെഴുകുന്നുണ്ട് കേട്ടോ, കരച്ചിൽ നിർത്താറായില്ലേ, പണി ഉടനെ വരുന്നുണ്ട്, അടുത്ത പണി വരുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മെഴുകുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എന്ത് പണി വന്നാലും എല്ലാം ഫേസ് ചെയ്യാൻ തയ്യാറായിട്ട് തന്നെയാണ് പിണറായി വിജയനും അതേപോലെ തന്നെ സംഘവും എല്ലാവരും ഇവിടെ നിലകൊള്ളുന്നത്. അപ്പോൾ നീയൊക്കെ എന്തൊക്കെ ഓലപ്പാമ്പിനെ കാണിച്ച് പേടിപ്പിക്കാൻ നോക്കിയാൽ അതിലൊന്നും വിരളുന്ന ആളുകളല്ല കമ്മ്യൂണിസ്റ്റിലുള്ളതെന്നൊരു കാര്യം കൂടി നിങ്ങൾ ഓർക്കണം. ഇന്ന് ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് ഈ പറയുന്ന മുഖ്യമന്ത്രിക്കെതിരെയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് അവർക്കെതിരെ വലിയ പ്രശ്നങ്ങളാണ്, വലിയ കേസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. ഇതൊരവസ്ഥയാണല്ലേ. ഏകാധിപതി കേരളത്തിലും വന്നിരിക്കുകയാണ്. RSS അല്ലെങ്കിൽ BJPയുടെ ഒക്കെ ഒരു നയം എന്തായിരുന്നോ, BJPയുടെ RSSൻ്റെയൊക്കെ നയം, ഏകദേശം ആ നയത്തിൻ്റെ രീതിയിലേക്ക് കേരളത്തിനെ മാറ്റാനായിട്ട് VD സതീശനടക്കമുള്ള സതീശനാദികൾ രംഗത്തേക്ക് വരുന്നൊരു കാഴ്ച കൂടിയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിനേക്കാൾ കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. കൂടുതൽ അറസ്റ്റുകളും കൂടുതൽ കേസുകളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ വരൂ, ഇങ്ങനെയൊക്കെ ഉണ്ടാവുകയുള്ളൂ. ഇതൊക്കെ അനുഭവിക്കാനും ഇതൊക്കെ കാണാനും കേൾക്കാനും ഒക്കെ വോട്ട് ചെയ്ത നന്ദികെട്ട ജനങ്ങൾ വീണ്ടും ബാക്കി. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങളുമായിട്ടൊക്കെ കാണാം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ബൈ.